Okay, dear students, all of you mark your attendance. Mark your attendance. Then page number 45. How do new laws come out? In the morning we studied about different laws and equality, equality, universal adult franchise, etc. How do new laws come up about? എങ്ങനെയാണ് പുതിയ പുതിയ നിയമങ്ങൾ വരിക? നോക്കാം. The parliament has an important role in making laws. There are many ways through which this takes place, and it is often different groups in society that raise the need for a particular law. An important role of parliament is to be sensitive to the problems faced by people. Let us read the following story to understand how issue of domestic violence was brought to the attention of parliament and the process adopted for this issue to become law. അപ്പൊ പുതിയ നമുക്കറിയാം ലോസ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ആരാ? പാർലമെന്റ് ആണ് അല്ലെ. ദ പാർലമെന്റ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലോ മേക്കിംഗ് അല്ലെ. പാർലമെന്റ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലോ മേക്കിംഗ്. അപ്പൊ ലോ മേക്കിംഗ് ഈസ് ദ പാർട്ട് ഓഫ് പാർലമെന്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം പുതിയ ലോസ് ഒക്കെ ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ടൂ വീലറിൽ കുറച്ച് നാൾ മുമ്പ് ഒരു നിയമം വന്നെന്താ, ടൂ വീലറിൽ 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും നാളല്ലെങ്കിൽ 3 പേര് 4 പേരൊക്കെ പോയിരുന്നു അല്ലെ. കുറച്ച് നാൾ മുമ്പേ പറഞ്ഞു ഇനി ടൂ വീലറിൽ എന്താ 2 ആൾക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മാത്രല്ല ഈ 2 ആൾക്കാർക്കും എന്ത് വേണം? 2 ആൾക്കാർക്കും എന്ത് വേണം? ഹെൽമെറ്റ് വേണം. അത് പുതിയൊരു നിയമം കൊണ്ടുവന്ന. അതിന് മുന്നേ ഒരാൾക്ക് മതിയായിരുന്നില്ല ഹെൽമെറ്റ്. പിന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധാക്കി 4 വീൽസിൽ അല്ലെ. സീറ്റ് ബെൽറ്റ് നിർബന്ധാക്കി. കുട്ടികളെ മുന്നിൽ ഇരുത്താൻ പാടില്ല അല്ലെ. അങ്ങനെ കുറെ നിയമങ്ങൾ, പുതിയ നിയമങ്ങളാണ് കൊണ്ടുവന്നത്. യെസ്. അപ്പൊ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് എന്താ, ഇപ്പൊ നമുക്കറിയാം വാഹനങ്ങളുടെ കാര്യത്തിലായ അപകടങ്ങളൊക്കെ കൂടി വരുമ്പോൾ അവരെന്ത് ചെയ്യും? പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ സ്കൂളിലെ കാര്യം തന്നെ നോക്കാം. നമുക്ക് പുതിയൊരു നിയമം കൊണ്ടുവന്നത് എന്താ, ഒരു ക്ലാസ്സിലെങ്കിലും ഒരു കുട്ടി ആബ്സെന്റ് ആയാൽ അടുത്ത ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ ലീവ് ലെറ്റർ കൊടുക്കണം സെർവർ അല്ലെ. അതെന്താ, കുറെ കുട്ടികൾ കണ്ടിന്യൂസ് ആയി ആബ്സെന്റ് ആവുകയാണ്. ഒരു വീട് കയറി പിന്നെ അടുത്ത വീട് കയറില്ല, കണ്ടിന്യൂസ് ആബ്സെന്റ് ആണ്. ടീച്ചേഴ്സ് ദിവസം എന്ത് ചെയ്യണം? വിളിക്കണം. ഹലോ, ഷോൺ എന്താ ക്ലാസ് കയറാഞ്ഞേ? ഇജാസ് എന്താ ക്ലാസ് കയറാഞ്ഞേ? ജി എന്തുകൊണ്ട് ക്ലാസ് കയറിയില്ല? അല്ലെങ്കിൽ ആൻമരി എന്തുകൊണ്ട് ക്ലാസ് കയറി? ടീച്ചേഴ്സ് ഇത് തന്നെയാ പണി. അപ്പൊ നിയമം മാറ്റി എന്താ നിങ്ങൾക്ക് ഇതൊരു തമാശയായി, ക്ലാസ് വേണമെങ്കിൽ കയറിയാൽ മതി എന്നല്ലേ അല്ലെ. അപ്പൊ ഇപ്പൊ ഒരു നിയമം കൊണ്ടുവന്നത് ലീവ് ലെറ്റർ. അപ്പൊ ഇപ്പൊ കൂടുതൽ കുട്ടികൾ കയറാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് നിയമങ്ങൾ അല്ലെ. ഹൗ ഡു ന്യൂ ലോസ് കം ഔട്ട്? നോക്ക്. We can see a story in page number 46 and 47. All of you please listen. October 2008. Shazia, did you read today's newspaper? Miss. Oh, yeah. 2006. 2006 now, 2008 now. Okay, 2006. Then Shazia, did you read today's newspapers? Is it a great day for women? എന്താ പറഞ്ഞേ? ഷാസി ചോദിക്കാണ്, നീ ഇന്നത്തെ പത്രം വായിച്ചോ? ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പേഴ്സ് ടുഡേ? ഡിഡ് യു റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ? ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡേ ഫോർ വിമൻ. ദിസ് ഇസ് ദ ഡേ ഫോർ വിമൻ. ആരുടെ ദിവസമാണ്? സ്ത്രീകളുടെ ദിവസമാണ്. വലിയൊരു ദിവസമാണ്. നോട്ട് ജസ്റ്റ് വിമൻ. വയലൻസ് ഫ്രീ ഹോംസ് വിൽ ബെനിഫിറ്റ് എവരിവൺ. Kusum, it's taken such a long time to get this law passed. In fact, it began with establishing the need for a new law. എന്താ പറഞ്ഞേ? നോട്ട് ജസ്റ്റ് വിമൻ. സ്ത്രീകൾക്ക് മാത്രാണോ? അല്ല. വയലൻസ് ഫ്രീ ഹോംസ്. എന്താ? വയലൻസ് ഫ്രീ ഹോം അല്ലെ. വിൽ ബെനിഫിറ്റ് എവരിവൺ. വീട്ടിൽ എപ്പോഴും വയലൻസ് പാടില്ല അല്ലെ. അപ്പൊ വയലൻസ് ഫ്രീ ഹോം വിൽ ബെനിഫിറ്റ് എവരിവൺ. സോ കുസുമം പറയാണ്, ഇറ്റ്സ് ടേക്കൺ സച്ച് എ ലോങ് ടൈം ടു ഗെറ്റ് ദിസ് ലോ പാസ്ഡ്. എന്താ പറഞ്ഞേ? ഇറ്റ്സ് ടേക്കൺ സച്ച് എ ലോങ് ടൈം. വലിയ കുറെ നാളായി ഇത് തുടങ്ങിയിട്ടല്ലേ, പാസ്സാക്കാൻ തുടങ്ങിയിട്ട് അല്ലെ. അല്ലെങ്കിൽ പാസ്സായിട്ട് കുറെ നാളായി. ഇൻഫാക്ട് സത്യത്തിൽ ഇറ്റ് ബിഗാൻ വിത്ത് എസ്റ്റാബ്ലിഷിംഗ് ദ നീഡ് ഫോർ എ ന്യൂ ലോ. ഇത് ഒരു പുതിയ നിയമം കൊണ്ടുവരാനുള്ള ഒരു തുടക്കം ആണെന്ന് പറഞ്ഞു. കുസും and Shazia work for a women's organization. They remember the journey of how the Protection of Women from Domestic Violence Act got passed. എന്താ പറഞ്ഞേ? ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോ ഇടാൻ പറഞ്ഞു.
Then Kusum and Shazia work for a women's organization. They remember the journey of how protection of women from domestic violence act got passed. അപ്പൊ കുസുമവും അല്ലെങ്കിൽ ഷാസിയയും എന്ത് ചെയ്യുന്നു, വിമൻസ് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, സ്ത്രീ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാ. They remember the journey of how the protection of women from domestic violence act got passed. അവരെ ഓർമ്മിക്കാണ് എന്ത്, റിമെമ്പർ ദ ജേർണി, അവരുടെ യാത്ര എന്തിനു വേണ്ടി, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതിനു വേണ്ടിയുള്ള അവരുടെ യാത്ര അവർ ഓർമ്മിക്കുകയാണ്. 2006 April 1991, a typical day of their at their office. I need advice. My husband beats me up. I have not told anyone so far. I feel so ashamed. I can't go on like this anymore. But I have now here to go. എന്താ പറഞ്ഞേ, 1991 കാര്യം അവർ ഓർക്കാണ്. എന്താ ഓർക്കുന്നത്? I need advice. ഒരു ഉപദേശം വേണം. My husband beats me up. എന്റെ ഹസ്ബൻഡ് എന്നെ തല്ലുന്നു. I have not told anyone so far. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ ഇതുവരെ? അയാള് കള്ളു കുടിച്ചു വന്ന അയാള് ഫുള്ള് തല്ല തന്നെ, പക്ഷെ ഞാൻ ആരോടെങ്കിലും ഇത്ര നാളായിട്ട് പറഞ്ഞോ? ഇല്ല. ബിക്കോസ് ashamed അല്ലെ, I feel so ashamed. എനിക്ക് നാണക്കേടാണ് പറയാൻ, കാരണം എന്റെ ഹസ്ബൻഡ് എന്നെ തല്ലുന്നു എന്ന് എനിക്ക് പറയാൻ, പുറത്തു പറയാൻ നാണക്കേടാണ്. I am being ill-treated by my son and daughter-in-law. They verbally abuse me. I have no access to my bank accounts. They may even throw me out. എന്താ പറഞ്ഞ അടുത്ത ആളുടെ വേറൊന്ന് ഒരു കേസ് പറഞ്ഞു, ഹസ്ബൻഡ് ഈസ് ഓൾവേസ് ബീറ്റിംഗ് ഹിസ് വൈഫ്. ഷീ told any person because she felt ashamed. ഇവൾക്ക് നാണക്കേടായതുകൊണ്ട് അവൾ ആരോടും പറഞ്ഞോ? ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം നോക്ക്, I am being ill-treated by my son and daughter-in-law. എന്താ പറഞ്ഞേ, വേറൊരാൾ എന്ന് പറയാണ് എനിക്ക് വളരെ, അല്ലെങ്കിൽ ഞാൻ ഇൽ ട്രീറ്റഡ് ആണ്, എന്നെ ഭയങ്കരമായിട്ട് ശാരീരികമായി പീഡിപ്പിക്കുന്നു. ആര്? മൈ സൺ ആൻഡ് ഡോട്ടർ ഇൻ ലോ. ആരാ? മകനും മകന്റെ ഭാര്യയും എന്നെ പീഡിപ്പിക്കുന്നു അല്ലെ, ശാരീരികമായി പീഡിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാ? They verbally abuse me. അവർ അബ്യൂസ് ചെയ്യുന്നു. I have no access to my bank account. എനിക്ക് എന്തില്ല, ബാങ്കിൽ ക്യാഷ് ഒന്നുമില്ല അല്ലെ. They may even throw me out. വൈകാതെ വരെന്ത് ചെയ്യും, എന്നെ നോക്കാതെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. Then I don't want to go to the police. I just want to stop the violence. എന്നിട്ട് എന്താ പറഞ്ഞേ, എനിക്ക് എങ്ങോട്ട് പോണ്ട? I don't go to the police station. I am not ready to go to the police station. But now I want to stop the violence. എനിക്ക് എന്താ വേണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോയി വാദിക്കാനോ കേസ് കൊടുക്കാനോ ഞാനില്ല. എന്ത് ചെയ്യണം? വയലൻസ് നിർത്തണം. I want to stop the violence. Then I just don't want to be thrown out of the house I am living. എന്താ പറഞ്ഞേ? I just don't want to be thrown out. എന്നെ പെട്ടെന്നൊന്നും അങ്ങനെ ഇറക്കി വിടണ്ട അല്ലെ. ഹൗസ് ഐ ആം ഇൻ ലിവിങ്. ഞാൻ പെട്ടെന്ന് നിൽക്കുന്ന വീട്ടിൽ നിന്നും അങ്ങനെ ഇറങ്ങി പോകുന്നില്ല അല്ലെ. മകനും മകന്റെ ഭാര്യയും ചീത്ത പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ ഇറങ്ങി പോവില്ല. Unfortunately, നിർഭാഗ്യവശാൽ the existing law is a criminal one and does not offer these options. The existing law, വന്നിരിക്കുന്ന നിയമങ്ങളൊക്കെ എന്താ? criminal one and does not offer these options. We have heard testimonies of several women. We have seen that women want protection against being beaten, the right to continue living in a shared household and often temporarily. We need a new civil law to address this issue. The definition of domestic violence should include physical, economic, sexual, and verbal and emotional abuse. The law should cover any women living within a shared domestic space. They should be protected from being evicted from the shared household. What about some monetary relief? ഇവിടെയൊക്കെ പറയുന്നത് ഓരോരാൾക്കും വീട്ടിൽ അനുഭവപ്പെടുന്ന വയലൻസിനെയാണ് അല്ലെ. ഒരു സ്ത്രീ ആണെങ്കിൽ മകന്റെയും മകന്റെ വൈഫിന്റെയും ചീത്ത കേൾക്കുന്നു, അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് നിരന്തരമായി ഇവരെ അടിക്കുന്നു അല്ലെ. ഇതൊക്കെ ഓരോരാൾക്കാർക്ക്, അവർക്കൊന്നും എന്ത് വേണ്ട? they don't want to go to police station. They want to stop the violence in our country. They want to stop violence in the world. ലോകത്തിന് എന്ത് ചെയ്യണം? വയലൻസ് ഇല്ലാതാക്കണം. Then the women's movement want a new law on domestic violence. The government should introduce it in the parliament soon.
Finally, the bill was introduced in Parliament in 2002, but this bill has none of what we have been suggesting. We must oppose the bill in its present form. Let's have a press conference. We could also start an online petition. അതായത് അങ്ങനെ ഇങ്ങനെയുള്ള ചർച്ചകൾ എവിടെ എത്തി? പാർലമെന്റിലെത്തി അല്ലെ? ഓരോ വിഷയങ്ങളും പാർലമെന്റിൽ എം പിമാർക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ സെഷനില്ലേ, അവർക്ക് അവരുടെ സമയമുണ്ട്, അവരുടെ ക്വസ്റ്റ്യൻസ് പറയാനും ചോദിക്കാനൊക്കെ ഉള്ള സമയം കൊടുക്കുന്ന ഒരു പാർലമെന്റ്. ആ സമയത്ത് ഏതോ ഒരു എം പി ഇത് പാർലമെന്റിൽ എത്തിച്ചു. എന്ത് വേണം? വി വാണ്ട് ടു സ്റ്റോപ്പ് വയലൻസ് ഇൻ ദ വേൾഡ് അല്ലെ? മെനി ഓഫ് ദം വർ ഫേസിംഗ് ദിസ് ടൈപ്പ് ഓഫ് വയലൻസ്. One lady is, many ladies are faced beats of her husband. Some of them facing the ill-treated of the son and in-laws. ഈ പ്രശ്നം അങ്ങനെ പാർലമെന്റിൽ എത്തി. ഫൈനലി ലാസ്റ്റ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2002. പക്ഷെ അവിടെ നിന്നൊന്നും നടന്നോ? ഇല്ല. Then several women's organizations, National Commission for Women, made a submission to the Parliamentary Standing Committee. അവിടെ നിന്നൊന്നും നടന്നില്ല. അവരെന്ത് ചെയ്തു? ബില്ലും അതെ എന്താ പറയാ സ്ട്രൈക്ക് പോലെ കൊടിയൊക്കെ പിടിച്ചു പോയി. പക്ഷെ നടന്നോ? ഇല്ല. ലാസ്റ്റ് അവര് എന്ത് ചെയ്തു? സെവറൽ വിമൻ ഓർഗനൈസേഷൻ, കുറെ ഓർഗനൈസേഷൻ, സ്ത്രീ സംഘടനകള് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അല്ലെ, സ്ത്രീകൾക്ക് വേണ്ട നാഷണൽ കമ്മീഷനിൽ പോയി. Esteemed members of the Parliamentary Standing Committee, the present bill must be changed. We don't agree with the definition of domestic violence being proposed. അവരെന്താ പറഞ്ഞ അവിടെ പോയിട്ട്? നിങ്ങളുടെ ഈ മാറ്റമൊക്കെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല, നമുക്ക് എന്ത് ചെയ്യണം? ഇത് മാറിക്കിട്ടണം അല്ലെ? യെസ്, നമുക്കിതൊന്നും ഇനി സഹിക്കാൻ വയ്യ. The laws need to provide the temporary custody of children. എന്ത് ചെയ്തു? താൽക്കാലികമായി അവരുടെ കുട്ടികൾക്ക് അവര് കസ്റ്റഡി കൊടുത്തു. Then, what is this new law? This new law is the first in recognizing women's right to violence free home and provides a comprehensive definition of domestic violence. അങ്ങനെ അവരെ മക്കളെ എന്ത് ചെയ്തു? പ്രൊവൈഡ് ടെമ്പററി കസ്റ്റഡി, താൽക്കാലികമായി പിടിച്ചു വെച്ചു. അതൊരു പുതിയ ലോയിലേക്കുള്ള ഒരു ഇതാണ് അല്ലേ? അങ്ങനെയാണ് പുതിയ ലോസ് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ വെഹിക്കിളിന്റെ വാഹന അപകടം ഒരുപാട് കൂടിയപ്പോഴാണ് ഹെൽമെറ്റ് അല്ലെങ്കിൽ ഇടക്കുണ്ടായിരുന്നു സ്പീഡ് ഗവർണർ പിടിപ്പിക്കല്. വാഹനങ്ങൾക്ക് ഓവർ സ്പീഡാന്ന് പറഞ്ഞൊരു സാധനം സ്പീഡ് ഗവർണർ പിടിപ്പിച്ചില്ലേ? അവരുടെ മാക്സിമം ആ ഒരു സ്പീഡിന് മുമ്പോട്ട് വാഹനം ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെയല്ലേ? യെസ്. ദെൻ അത്രയൊന്ന് വായിച്ചു നോക്കിയട്ടെ, ആ കഥ ഒന്ന് വായിച്ചു നോക്കിയട്ടെ. പെട്ടെന്ന് ആ കഥ വായിച്ചു. വായിച്ചു നോക്ക് പെട്ടെന്ന്. വായിച്ചോ? Okay. Next, നോക്കൂ മക്കളെ, പേജ് നമ്പർ 49. As the above example shows, the role of citizens is
crucial in helping Parliament frame different concerns that people might have no laws. From establishing need for a new law to its being passed, at every stage of the process, voice of the citizen is a crucial element. This voice can be heard through TV reports, newspaper, editorials, radio, broadcast, local meetings, all of which help in making the work that Parliament does more accessible and transparent to the people. അപ്പൊ നേരിട്ട് പാർലമെന്റിൽ പോയാൽ അത് പാസ്സാവോ? പോയിട്ട് പറയാണ് ഇങ്ങനെ ഒരു നിയമം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ പാസ്സാവോ? ഇല്ല അല്ലേ? ഇല്ലല്ലോ? ഇല്ലല്ലോ? Yes, then ഫെയ്ത്തിന് നെറ്റ് ഇല്ലാന്ന് തോന്നുന്നു. അതാ ഫെയ്ത്ത് ക്ലാസ് കയറാത്തെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓരോ പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്കും ടി വിയിൽ ചാനൽ അല്ലെ, ടി വിയിൽ ഓരോ ചാനലിൽ ന്യൂസ് വരും അല്ലെ, ന്യൂസ് പേപ്പറിൽ ഹെഡ്ലൈൻസ് ആയിട്ട് വരും, പിന്നെ എന്ത് ചെയ്യും, ന്യൂസ് ചാനലിൽ ചർച്ചയ്ക്ക് വെക്കും അല്ലെ. അങ്ങനെയൊക്കെയാണ് ലാസ്റ്റിൽ പാർലമെന്റിൽ രൂക്ഷമായി ചർച്ച ചെയ്തതിനു ശേഷം ഇതിനൊരു തീരുമാനം ഉണ്ടാവുക അല്ലെ. യെസ്, then unpopular and uncontroversial laws. Unpopular and uncontroversial laws, രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ പറയുന്നുണ്ട്. എന്താ അൺകോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാല്? എന്താ അൺകോൺട്രവേഴ്ഷ്യൽ? എന്താ അൺകോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാല്? പെട്ടെന്ന് പറ. അൺകോൺട്രവേഴ്ഷ്യൽ. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് അൺകോൺട്രവേഴ്ഷ്യൽ? അൺപോപ്പുലർ മീൻസ് പോപ്പുലർ നമുക്കറിയാം അല്ലെ. അൺകോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? അൺകോൺട്രവേഴ്ഷ്യൽ പെട്ടെന്ന് പറ മക്കളെ. അതായത് വിവാദങ്ങളില്ലാത്ത, വിവാദപരമല്ലാത്തത് അല്ലെ. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ലോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആയാൽ പല പല വിവാദങ്ങൾ ഉണ്ടാവും ഇല്ലേ. നമ്മൾ കണ്ടു ഒരു 2 years ബിഫോർ ശബരിമല പ്രശ്നം കണ്ടില്ലേ, അതിന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ വിവാദപരമല്ലാത്ത എന്നാണ് അൺകോൺട്രവേഴ്ഷ്യൽ. കോൺട്രവേഴ്ഷ്യൽ മീൻസ് വിവാദപരമായത്, അൺകോൺട്രവേഴ്ഷ്യൽ വിവാദപരമല്ലാത്തത്. Let us now look at the situation where the Parliament passes laws that turn out to be very unpopular. Sometimes a law can be constitutionally valid and hence legal, but it can continue to be unpopular and acceptable to people because they feel that the intention behind it is unfair and harmful. Hence, people must criticize this law, hold public meetings, write about it in newspapers, report it to TV news channels. In a democracy like ours, citizens can express their unwillingness to accept a repressive laws framed by the Parliament. When a large number of people begin to feel that a wrong law has been passed, then there is pressure on the Parliament to change this. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? അതായത് അൺപോപ്പുലർ എന്ന് പറഞ്ഞാല് പ്രശസ്തി ഇല്ലാത്ത, മനസ്സിലായോ? അൺകോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാല് വിവാദപരമല്ലാത്തത്. അവിടെ എഴുതി വെച്ചോ, വിവാദപരമല്ലാത്തത്. പെട്ടെന്ന് അയ്യോ
വിവാദപരമല്ലാത്ത. ഓക്കെ, എന്താ ഈ അൺകോൺട്രവേഴ്ഷ്യൽ ലോസ് അല്ലെങ്കിൽ എന്താണ് ഈ അൺപോപ്പുലർ ലോസ് എന്ന് പറഞ്ഞാല്? എന്താ എന്തൊക്കെയാ അൺകോൺട്രവേഴ്ഷ്യൽ ലോസ് അല്ലെങ്കിൽ അൺപോപ്പുലർ ലോസ്? ഒന്ന് വായിച്ചു നോക്കി പറഞ്ഞ പെട്ടെന്ന്. നോക്ക്, ഇവിടെ നോക്ക് നിങ്ങളെ. സംടൈംസ് എ ലോ ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ്. ചില ലോസ് എന്ത് ചെയ്യും? ചില സമയങ്ങളില് കോൺസ്റ്റിറ്റ്യൂഷണലി ഭരണഘടനാപരമായി അത് വാലിഡ് ആയിരിക്കും. പക്ഷേ hence illegal, but it can continue to be unpopular and unaccessible to people. ചിലത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആയിരിക്കും, അതായത് ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ലീഗൽ ആയിരിക്കും, വാലിഡ് ആയിരിക്കും. പക്ഷെ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അൺഅക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അൺപോപ്പുലർ, വലിയ പ്രശസ്തി ഒന്നും ഉണ്ടാവില്ല. Because എന്തുകൊണ്ട്? They feel that the intention behind it is unfair and harmful. അതായത് അതിന് പുറകിൽ ഒരു ഇന്റൻഷൻ ഉണ്ട് അല്ലെ, അതിന്റെ പുറകിൽ ഒരു ഇന്റൻഷൻ ഫീൽ ചെയ്യുന്നത് കൊണ്ട് അത് അത്ര അൺപോപ്പുലർ അല്ല, അത്ര പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ അത്ര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ജനങ്ങൾക്ക് തോന്നില്ല. സോറി, ഇവിടെ അൺകോൺട്രവേഴ്ഷ്യൽ എന്നല്ല, കോൺട്രവേഴ്ഷ്യൽ എന്നല്ലേ. അപ്പൊ വിവാദപരമായ എന്നാണ് അവിടെ. അൺകോൺട്രവേഴ്ഷ്യൽ ആണ് വിവാദപരമല്ലാത്തത്. ഇവിടെ വിവാദപരമായ എന്ന് എഴുതണം അവിടെ. കോൺട്രവേഴ്ഷ്യൽ മീൻസ് വിവാദപരമായ. Then അപ്പൊ sometimes a law can be constitutionally അല്ലെങ്കിൽ constitutionally legal or valid, but people cannot accept. എങ്കിൽ people feel unacceptable or unpopular. മനസ്സിലായോ? Because the feel that the intention behind, അതിന്റെ പുറകിലുള്ള ആ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് അൺഫെയർ അല്ലെങ്കിൽ അതൊരു ഫെയർ ആയിട്ട് ഒരു നല്ലതായി തോന്നാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഹാംഫുൾ, ചിലത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് ഹാംഫുൾ ആയിരിക്കില്ലേ? യെസ്, അങ്ങനെയുള്ളതൊന്നും ചിലപ്പം കോൺസ്റ്റിറ്റ്യൂഷനില് വാലിഡ് ആണെങ്കിലും ജനങ്ങൾക്ക് അൺഅക്സെപ്റ്റബിൾ ആയിരിക്കും. Then hence എന്നാൽ people might criticize this law, hold public meetings, write about in newspaper, report to TV news channels, etc. എന്ത് ചെയ്യും? അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? നമുക്കത് പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ടി-വിയിൽ വാർത്ത കൊടുക്കും, അല്ലെങ്കിൽ ന്യൂസിൽ വാർത്ത കൊടുക്കും അല്ലെ? പിന്നെയോ റിപ്പോർട്ട് ചെയ്യും, ടി-വിക്കാരൻ റിപ്പോർട്ട് ചെയ്യും അല്ലെ? അതിനെ ക്രിട്ടിസൈസ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. In a democracy like ours, citizens can express their unwillingness to accept repressive laws. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എന്ത് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അല്ലെ? അല്ലെ? ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്ത് നമ്മുടെ ഈ ജനാധിപത്യം. അപ്പൊ പാർലമെന്റില് നമുക്ക് എന്ത് അൺവില്ലിങ്നെസ് ആയ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. Then okay, repressive laws formed by the parliament when a large number of people begin to feel that a wrong law has been passed, then there is a pressure on the parliament to change it. അപ്പം അങ്ങനെ ഹാംഫുൾ ആയ ഒരു ലോ ആണ്, അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയ ഒരു ലോ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ അൺപോപ്പുലർ ആയ ഒരു ലോ ആണെന്ന് ജനങ്ങൾ ഭൂരിഭാഗവും ആവശ്യപ്പെട്ടാൽ അതിനെ പാർലമെന്റ് എന്ത് ചെയ്യണം? അത് ചേഞ്ച് ആക്കിയേ മതിയാവും അല്ലേ? അങ്ങനെയല്ലേ? പാർലമെന്റിൽ പറയാണത്. പാർലമെന്റ് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ലോ പാസ്സാക്കാം, തീരുമാനമായി. പക്ഷെ നമ്മുടെ രാജ്യത്തെ കൂടുതൽ ആൾക്കാരും പറയാണ് ഈ ലോ വേണ്ട, ഇത് ഹാംഫുൾ ആണ്, അൺഅക്സെപ്റ്റബിൾ ആണ്, അൺപോപ്പുലർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർലമെന്റ് എന്തേ വഴിയുള്ളൂ? ആ ലോ ചേഞ്ച് ചെയ്യാന്നുള്ള വഴിയുള്ളൂ അല്ലെ? ഒരു പ്രഷർ ആയിരിക്കും, പാർലമെന്റ് എപ്പോഴും ഒരു പ്രഷർ ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രഷർ അല്ലെ? പക്ഷെ എന്ന് വെച്ച് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ട ഉടനെ പാർലമെന്റ് ചേഞ്ച് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും കത്തിക്കുത്ത് നടത്തിക്കൂടെ അല്ലെ? കുറെ ആൾക്കാർ ഒരുമിച്ച് പോയിട്ട് അങ്ങോട്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് പിരിച്ചുവിടണ്ടേ? അല്ലെങ്കിൽ ആ ലോ വേണ്ടേ? അതൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ അതിന് പ്രഷർ, പാർലമെന്റിന് പ്രഷർ ആയിരിക്കും എല്ലാവരുടെയും ഈ ഒരു പ്രൊട്ടസ്റ്റ്. Then for example, various municipal laws on the use of space
within the municipal limits often make hawking and street vending illegal. No one will dispute the necessity for some rules to keep the public space open so that people can walk on the pavements easily. However, one also cannot deny that hawkers and vendors provide essential service cheaply and efficiently to the millions living in a large city. This is their means of livelihood. Hence, if the law favors one group and disregards the other, it will be controversial and lead to the conflict. People who think that the law is not fair can approach the court to decide on the issue. The court has the power to modify or cancel laws if it finds that they don't adhere to the constitution. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലീഗലായ ഒരു ലോ വന്നു, കുറെ ആൾക്കാർ അതിനെതിരായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അത് വേണ്ട, അത് ഹാർംഫുൾ ആണ്, അൺപോപ്പുലർ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് കോർട്ടിലെത്തും, നിയമം കോടതിയിലെത്തും, അല്ലെ കോടതി അതിനെ പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ശരിയാണ്, ജനങ്ങളുടെ അഭിപ്രായം ശരിയാണ്, അത് ഹാർംഫുൾ ആണ്, അത് അല്ലെങ്കിൽ അൺപോപ്പുലർ ആണ്, അല്ലെങ്കിൽ എന്താ അത് അൺഅക്സെപ്റ്റബിൾ ആണ്, അല്ലെ ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് അത് ആ ലോ ക്യാൻസൽ ചെയ്യാം. മനസ്സിലായില്ലേ? ആ നിയമം കോടതിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാ ഞാൻ പറഞ്ഞ പല പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം കോടതിയിലാണ് എത്തുക, അല്ലെ കോടതിയിൽ എത്തിക്കഴിഞ്ഞ് കോടതിയാണ് തീരുമാനം എടുക്കുക, അല്ലെ ഓരോ ഡിവിഷൻ ബെഞ്ചിന് വിട്ടുകൊടുത്തു എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ന്യൂസ് കേൾക്കാറുണ്ടോ? യെസ്. Then next, do you remember the photo essay on the women's movement in the class 7th book? The photos there showed the different ways in which citizens can protest, campaign and how show solidarity. The following pictures point to the other ways in which people protest unjust laws. അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. അതവിടെ വിടുക. നമ്മൾ ഇതിൽ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? How do new laws come out? Then do laws apply to all? പിന്നെ unpopular and uncontroversial laws. ഇത്രയും കാര്യമാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. റിപ്രസീവ് എന്താ, സെഡിഷൻ എന്താ എന്നൊക്കെ വായിച്ചു നോക്കിയാട്ടെ. പേജ് നമ്പർ 51 സെഡിഷൻ, അവരെ റിപ്രസീവ് എന്താ അത് വായിച്ചു നോക്കിയാട്ടെ. All of you take your notebook. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയ 2 കാര്യങ്ങൾ തരാം. Take your notebook. എന്താണ് അൺപോപ്പുലർ ലോസ് അല്ലെങ്കിൽ എന്താണ് കോൺട്രവേഴ്ഷ്യൽ ലോസ്? റൈറ്റ് ഔട്ട്. റൈറ്റ് ഔട്ട്. ഫസ്റ്റ് വൺ ഞാൻ ക്വസ്റ്റ്യൻ തരാം. What is, first one, what is unpopular and controversial laws? Controversial laws. എഴുതാ, ആൻസർ എഴുതാ. Laws which are passed by due procedure, due procedure, but are
repressive. R-E-P-R-E-S-S-I-V-E, but are repressive. And are opposed by and are opposed by a large, opposed by a large section of society, large section of society, S-O-C-I-E-T-Y, large section of society are known as unpopular laws. Unpopular laws. പഠിക്കണേ. Okay. അതിന് താഴെ എഴുതാ. രണ്ടാമത്തെ കോൺട്രവേഴ്ഷ്യൽ അല്ലേ? കോൺട്രവേഴ്ഷ്യൽ ലോസ് controversial laws are those which controversial laws are those which favor, F-A-V-O-U-R, favor one section of the society, one section of the society against the other, against മറ്റുള്ളവർക്ക് എതിരെ, against the other. അതായത് unpopular എന്ന് പറഞ്ഞ laws which are passed by the procedure but are repressive അല്ലേ? എന്ത് ചെയ്യും? അത് റിപ്രസീവ് ആണ് ആൻഡ് opposed by a large section of society, വലിയൊരു സെക്ഷനെ തന്നെ ഒപ്പോസ് ചെയ്യുന്നതാണ്. പക്ഷെ കോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാല് ഫേവർ വൺ സെക്ഷൻ, ഒരു സെക്ഷനോട് വളരെയധികം, ഫേവർ വൺ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി അഗെയിൻസ്റ്റ് ദ അതർ. ഓക്കെ, next question, how do new laws come? പെട്ടെന്ന് എഴുതണേ മക്കളെ, ടൈം കഴിയാണ്. How do new laws come about? അലൻസാണ് അല്ലെ? ഞാൻ ഓർത്തില്ല. Okay. Then listen. The parliament makes answer. The parliament makes P-A-R-L-I-A-M-E-N-T. Parliament makes. The parliament makes in our country. Makes laws in our country. Parliament makes laws in our country. C-O-U-N-T-R-Y. In our country. When a suggested law, write down. When a suggested law, S-U-G-G-E-S-T-E-D, suggested law, when a suggested law is first introduced in either house of the parliament, ഏതൊക്കെ ഹൗസ് ഓഫ് ദ പാർലമെന്റ്? അപ്പർ
അപ്പർ ഹൗസും ലോവർ ഹൗസും പഠിച്ചല്ലേ? രാജ്യസഭ ലോക്സഭ പഠിച്ചാണോ? പാർലമെന്റ്. ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. അതിനെന്താ പറയാ? ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. ഈസ് കോൾഡ് എ ബിൽ. അതിനെയാണ് ബില്ല് പാസ്സാക്കാൻ നമ്മൾ പറയുന്നില്ലേ? യെസ്. ദെൻ അതിന്റെ ബാക്കി പെട്ടെന്ന് എഴുതിക്കോ മക്കളെ. ടൈം വി ഹാവ് 3 minutes. The bill is published after the bill is published after the bill is published after the approval of approval approval of the house. Approval of the house. Approval of the house. House and its printed copy printed copy printed copy and its printed copies are circulated write it fast, are circulated among the members of the parliament. Among the members of the parliament. Okay. You have 2 minutes more. ഇതിൽ ഇത് മതി കേട്ടോ. 2 ക്വസ്റ്റ്യൻസേ വേണ്ടു. ചെറിയ ലെസൺ അല്ലേ? പഠിക്കാം. നോട്ട് ആരുടെ കയ്യിലുമില്ല. ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്റെ ഇല്ല എന്നൊക്കെ. നോട്ട് കംപ്ലീറ്റ് ആക്കണേ. കംപ്ലീറ്റ് ആണ് സർ. ഓക്കെ. Okay. Finished? Okay. The time is going to over. Tata, bye bye. See you in the next class. Bye bye.